റിപ്പോർട്ട് ബ്രേക്കിംഗ് എക്സിം സർവീസസിന് തുടക്കമിട്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ വലയുകയാണ് വിഴിഞ്ഞം തുറമുഖം. എംടി കണ്ടെയ്നർ യാർഡും കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. വിസിലിന്റെ 110 ഏക്കർ ഭൂമി നിക്ഷേപകർക്ക് ഏറ്റെടുത്ത് നൽകാൻ സർക്കാരിന് കഴിയാത്തതാണ് യാർഡ് നിർമ്മാണത്തിന് തടസ്സം. ഇതിനാൽ പരിശോധന ആവശ്യമുള്ള ചരക്കുകൾ ഇറക്കുമതി ചെയ്യാനാകില്ല. ഡയറക്ട് പോർട്ട് എൻട്രി കണ്ടെയ്നറുകൾ മാത്രമാണ് നിലവിൽ കയറ്റുമതി ചെയ്യാനാവുക. റോഡ് കണക്ടിവിറ്റി പൂർത്തിയാകാത്തതും ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ വൈകുന്നതും തിരുവല്ലം കാഞ്ഞിരംകുളം പാതയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തതും തിരിച്ചടിയാണ്. നിലവിലിവിടെ യാർഡ്സ് ഒന്നും അല്ലേ, കണ്ടെയ്നർ പുറത്തിറങ്ങാനുള്ള MD യാർഡ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള സ്ലോട്ട് കാര്യങ്ങൾ ഇവിടെ വളരെ കുറവാണ്. സ്ലോട്ട് കാര്യങ്ങളൊക്കെ കുറവാണ്. ബേസിക്കായിട്ട് ഇവിടെ ഒരു നല്ല റോഡ് ഫെസിലിറ്റീസ് വേണം. രണ്ടാമത് MD കണ്ടെയ്നേഴ്സിൻ്റെ യാർഡ് വേണം. അത് വന്നാൽ മാത്രമേ അതിനോട് ആ ഒരു വർക്ക് വരത്തുള്ളൂ. വിസിൽ 110ഓളം ഏക്കർ ഇവിടെ ചപ്പാത്ത് സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അവരുപയോഗിക്കുന്നില്ലെങ്കിൽ അത് മറ്റ് ആൾക്കാർക്ക് ലീസ് പോലെയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തിലോ കൊടുക്കുക. വിസിലെടുത്തിരിക്കുന്ന ഭൂമി കാട് പിടിച്ച് കിടക്കുക, ഒരു ഉപയോഗമില്ലാണ്ട് കിടക്കുക. അവിടെ അത് ഡെവലപ്പ് ചെയ്താലും മതി. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ മിഷൻ സമുദ്രയുമായി ബന്ധപ്പെട്ട വിപുലമായ പ്രതീക്ഷകളാണ് സർക്കാരിനുള്ളത്. പക്ഷേ തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ കാണുന്ന തടസ്സങ്ങൾ? ഈ ഫ്ലൈറ്റ് സ്റ്റേഷനും നിർമ്മിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ പോർട്ട് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം? സ്മൃതി, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓഗസ്റ്റ് മാസം 18-ാം തീയതി എക്സിം കാർഗോ സേവനങ്ങൾ ആരംഭിച്ചെങ്കിൽ തന്നെയും അതിലൊരു തിടുക്കം കൂട്ടിയോ സർക്കാർ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെയും ആ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് MD കണ്ടെയ്നറുകൾ വയ്ക്കാനുള്ള യാർഡ് സ്ഥാപിക്കുക എന്നുള്ളത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എക്സിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കയറ്റുമതിയും ഇറക്കുമതിയുമാണ്. ഇറക്കുമതി ചെയ്യുന്ന കണ്ടെയ്നറുകൾ കാലിയാകുമ്പോൾ ആ കണ്ടെയ്നറുകൾ എവിടെ വെക്കുമെന്നുള്ളൊരു ചോദ്യം നിലവിൽ നിക്ഷേപകർ അടക്കമുള്ളവർ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിൽ ഏറ്റവും പ്രധാനം ഇറക്കുമതി ചെയ്യുന്ന കണ്ടെയ്നറുകളിൽ തന്നെ പരിശോധന ആവശ്യമുള്ള കണ്ടെയ്നറുകൾ നിലവിൽ വിഴിഞ്ഞം ഈ തുറമുഖത്ത് ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. ഈ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനിൽ പരിശോധനയുള്ള കണ്ടെയ്നറുകൾ, അങ്ങനെയുള്ള കണ്ടെയ്നറുകൾ നിലവിൽ ഇറക്കണമെങ്കിൽ തന്നെ ഈ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ സ്ഥാപിക്കണം. മറ്റൊന്ന്, ഇതിൽ തന്നെ ഈ റോഡ് കണക്ടിവിറ്റി, അതിൽ തന്നെ ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. ഇതിൽ പുതിയ സർക്കാരിനെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ കഴിയില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഈ 600 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നൽകാനായിട്ട് പിണറായി സർക്കാരിന് കഴിയാത്തത് തന്നെയാണ് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അന്നുണ്ടായിരുന്ന വിസിൽ പോലും 110 ഏക്കർ ഭൂമി ഏറ്റെടുത്ത വിഴിഞ്ഞം ചപ്പാത്തിലെ ആ ഭൂമി ഇപ്പോഴും അന്യാധീനമായി കിടക്കുകയാണ്. കാട് പിടിച്ചു കിടക്കുന്ന ആ ഭൂമി പോലും നിക്ഷേപകർക്ക് വിട്ടുകൊടുക്കാൻ വിസിൽ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് നിക്ഷേപകർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ 600 ഏക്കർ ഭൂമിയെങ്കിലും നിക്ഷേപകർക്ക് ഏറ്റെടുത്ത് നൽകിയാൽ മാത്രമേ ലോജിസ്റ്റിക് അടക്കമുള്ള പാർക്കുകൾ നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ ഇപ്പോൾ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ അതിവേഗത്തിൽ കാര്യങ്ങൾ നീക്കുന്നു. ഈ കന്യാകുമാരി, തിരുനെൽവേലി അടക്കമുള്ള പ്രദേശങ്ങളിൽ 5000-ലധികം വരുന്ന ഹെക്ടർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് 3-ലധികം വരുന്ന ലോജിസ്റ്റിക് പാർക്കുകൾ നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കി വരുന്നത്. അതിൽ തന്നെ ഇതിന്റെ ലാഭം ഇപ്പോൾ തമിഴ്നാട് കൊയ്യുമോ എന്നുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ നിക്ഷേപകർ മുന്നോട്ട് വെക്കുന്നു. കാരണം ഏറ്റവും ഒടുവിൽ വന്ന കാർ കമ്പനികൾ അടക്കം തൂത്തുക്കുടി തുറമുഖത്തെ ആശ്രയിച്ച സാഹചര്യം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ തൂത്തുക്കുടി ആ തുറമുഖത്തിലേക്ക് ഇപ്പോൾ ഈ പൂവാർ കേന്ദ്രീകരിച്ച് വന്ന കപ്പൽ നിർമ്മാണശാല വരെ പൂവാറിൽ നിന്ന് മാറ്റി തൂത്തുക്കുടിയിലേക്ക് മാറ്റാനുള്ള ആലോചന വരെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു ലാഭകരമായി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സാമ്പത്തികമായ ഭദ്രത ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ആ പദ്ധതി മാറണമെങ്കിൽ ഇവിടുത്തെ ഭൂമി അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള ഭൂമിയെങ്കിലും ഏറ്റെടുത്ത് നൽകണമെന്ന് നേരത്തെ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നോട്ട് വെച്ചതാണ്. ആ ആശയമെങ്കിലും സർക്കാർ പരിഗണിക്കണമെന്നാണ് നിക്ഷേപകർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത പ്രതികരണം ആരുടേതായിരുന്നു? നിലവിൽ സ്മൃതി, ഇത് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോൾ ഒരു ലോജിസ്റ്റിക് ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച നിക്ഷേപകനാണ്. സുധിയാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുള്ള ഈ ട്രാവലർ അടക്കമുള്ള ഏജൻസികളുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തി വരുന്നത്. ഇവരുടെ ഈ സർവീസുകളിലാണ് നിലവിൽ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് അകത്തേക്കും പുറത്തേക്കും നിലവിൽ സർവീസ് നടത്തി വരുന്നത്. പക്ഷേ അവർക്ക് പോലും നിലവിൽ ഒരു കെട്ടിടമോ നല്ലൊരു കെട്ടിടം സ്ഥാപിക്കാനുള്ള സ്ഥലം പോലും ഇല്ല. വിഴിഞ്ഞത്തിന് പുറത്ത് തൊട്ടടുത്ത് താൽക്കാലികമായ ഒരു വാടക കെട്ടിടത്തിലാണ് സുധിയുടെ ഈ നിക്ഷേപക സംരംഭം പോലും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. സ്മൃതി, ശരി. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.